എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ഹൽവ ഞാൻ ചെയ്യുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ടാണ്. ഇതിന് മുൻപ് ഞാൻ 2 ടൈപ്പിലെ ഹൽവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ സ്ക്രീനിലും കൊടുക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. തന്നെ ഈ ഒരു ഹൽവയിലേക്ക് വേണ്ട ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചീകി വെച്ചിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാം അളന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ശർക്കരയിലേക്ക് നമ്മളൊരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. 1 കപ്പ് വരെ ആകാം വെള്ളം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അലിയിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാൻ വെക്കാം. അപ്പോൾ ഈ ഒരു പാൻ എന്ന് പറയുന്നത് ഞാൻ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. എങ്കിലും ഹൽവ നന്നായിട്ട് വരണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആട്ടയാണിത്, അതായത് ഗോതമ്പ് പൊടി, അത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ നെയ്യിൽ കിടന്ന് ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് നല്ല മൂത്ത് വരും, കാരണം നല്ല ചൂടായി കിടക്കുകയാണ് എണ്ണ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹൽവയിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ അത് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഞാൻ അരിച്ചൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇത് കട്ട കെട്ടാതെ വേണം ഇളക്കാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. കൂട്ടി വെച്ചിട്ട് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹൽവയുടെ പ്രത്യേകത, പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ കട്ടിയായിട്ട് കിട്ടും. ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഈ ഒരു ഇളക്കൽ തുടങ്ങാനായിട്ട്. നമ്മൾ അരി വെച്ചിട്ട് ഹൽവ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ സമയം ഒരുപാട് എടുക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. ഞാനത് ഫുള്ളായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഹൽവയുടെ പരുവം റെഡിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരും. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയും തെളിഞ്ഞു വരും. അപ്പോൾ ഇതാണ് ഈ ഹൽവയുടെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം എണ്ണയൊക്കെ തടവി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പല രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഹൽവ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു രീതിയാണിത്. ഇനി വേറെ രീതികളുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലാതെ തന്നെ ഇത് കോരി കഴിക്കുന്ന പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണ്.
കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്